ഹലോ അസ്സലാമു അലൈക്കും. എടാ 8ാം ക്ലാസ് അറബി പരീക്ഷയിൽ ഈ ഓണത്തിന് എന്തായാലും വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് സാർ പ്രഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ചില ഒരു പ്രഡിക്ഷൻ വീഡിയോയുടെ സാറ് വന്നിട്ടുള്ളത്. ഓക്കെ, റെഡി അല്ലേ? അപ്പം നമുക്ക് നമ്മളെ ഈ ഓണം എക്സാമിന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഷുവറായിട്ട് 100% ഉറപ്പുള്ള ചോദ്യം സാറ് പറയാണ്. നിങ്ങൾ അന്ന് ലന്ന് കൈ അല്ലേ, ഈ 3 വാക്കുകൾ വെച്ചിട്ടുള്ള ഗ്രാമറുകൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഷുവർ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അത് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും രീതിയിൽ ലൻ കൈ ഇതൻ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു കവിതൻ്റെ ലൈന് തന്നിട്ട് അതിൻ്റെ മീനിങ് തന്നിട്ട് കവിതൻ്റെ ലൈനോ അല്ലെങ്കിൽ കവിതൻ്റെ ലൈന് തന്നിട്ട് മീനിങ്ങോ മാച്ച് ചെയ്ത് ഇതിൻ്റെ മീനിങ് ഇതിന് കണ്ടെത്താനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ അറബി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യത ഉള്ളത്, നമുക്ക് മുലാഫിലെ 2 വാക്കുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം 100% നിങ്ങളുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. ഈ ഒരു ഗ്രാമർ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് 100% ഉറപ്പുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് ക്യാപ്ഷൻ എഴുതാനുള്ള ഒരു ചോദ്യം ഷുവറായിട്ട് വന്നിരിക്കും. ഇനിയോ അടുത്തത്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു പാരഗ്രാഫോ സെൻറ്റൻസോ എഴുതാൻ ധൈര്യമായി പഠിച്ചു പോയിക്കോളെ. ഖിദ്മാത്തിൽ ഉമ്മ ചെയ്തിരുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിൽ പാരഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ സെൻറ്റൻസ് ഷുവറാണ് 100% ഈ ചോദ്യം വന്നിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്കിലെ ലൈന് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഒരു ട്രാൻസ്ലേഷൻ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊന്ന്, ഒരു ഹിവാർ, ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതോ അല്ലെങ്കിൽ നോർമൽ ഒരു ഹിവാർ പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ എഴുതാനുള്ള ചോദ്യം ഷുവറായിക്കൊണ്ട് ഒരു ഹിവാർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരീക്ഷയിൽ കാണും. മറ്റൊന്ന്, മാളി ഫഅലു എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള അത് ആ ഒരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ പൂരിപ്പിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, നിങ്ങളുടെ 8ാം ക്ലാസ് അറബി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. മറ്റൊന്ന്, എഡിറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഗ്രാമർ ക്വസ്റ്റ്യൻ, ഇത് ഫിൽ മുലാരി ആവാം, ഫിൽ മാലി ആവാം, അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് അറബിയിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊന്ന്, ഒരു നോട്ടീസ് തന്നിട്ട് ആ നോട്ടീസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ചോദ്യവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. മറ്റൊരു നിങ്ങൾക്ക് നിർബന്ധമായി വരാൻ സാധ്യത ചോദ്യം, ഈ ഒരു പാരഗ്രാഫ്, ഒരു പ്രൊഫൈൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ചോദ്യം ഷുവറായിക്കൊണ്ട് വരുന്നൊരു ചോദ്യമാണ്. ഇതും എഡിറ്റ് ചെയ്യാനുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വളരെ എക്സ്പെക്റ്റ് വരുന്ന ചോദ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ, നിങ്ങൾക്കൊരു ഡയറി എഴുതാനുള്ള ചോദ്യം വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് വരാൻ സാധ്യത മറ്റൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ക്രമത്തിലേക്ക് ഓർഡറാക്കി എഴുതാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് വരാൻ സാധ്യത വളരെയേറെ സാധ്യത ക്വസ്റ്റ്യന്, ഒരു വ്ളോഗ് ചെയ്യുന്ന, ഒരു യൂട്യൂബിലൊരു വ്ളോഗ് ചെയ്യുന്ന രീതിയിലൊരു ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ്, ഒരു വ്ളോഗിന് ഇൻട്രോ പറയുന്ന ഷോർട്ട് പാരഗ്രാഫ് ഉള്ള ക്വസ്റ്റ്യന് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതെല്ലാം ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്നുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ അറബി അറിയാത്ത കുട്ടികൾക്കും അറിയുന്ന കുട്ടികൾക്കും ഈസി ആയിട്ട് എങ്ങനെ എഴുതാമെന്ന എല്ലാ ടിപ്സും നമ്മുടെ ക്ലാസ്സിൽ, ലൈവ് ക്ലാസ്സിലുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ വരിക. എജുപോർട്ടിൻ്റെ പ്രൊഡിക്ഷൻ എത്രത്തോളം നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ എജുപോർട്ടിൻ്റെ അറബി ക്ലാസ് ഇതിനു മുമ്പ് കണ്ട കുട്ടികൾ അതിൻ്റെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായിരുന്നാലും ധൈര്യമായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1 പഠിക്കുന്ന നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കാക്കന്മാരും താത്തന്മാരും ചോദിച്ചു നോക്കിയാൽ മതി എജുപോർട്ടിൻ്റെ അറബി ക്ലാസ്സിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്. സോ എല്ലാ ടിപ്പുമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സിൽ വരുന്നുണ്ട്. സോ നിങ്ങളെല്ലാ കുട്ടികളും ഫ്രണ്ട്സുമായിട്ട് വരിക. ഈ വീഡിയോ നിങ്ങളെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.